ശരണ്യ എന്റെ വീടിന്റെ മരുമകളായി വരണമെന്ന് ഞാൻ പറയുന്നതിന് എന്റെ കയ്യിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ചേട്ടാ. അനന്യയുടെ കാര്യത്തില് അനന്യയെക്കുറിച്ച് അതുപോലെ അവളുടെ മനസ്സിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും ഡിഫൈൻ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവൾ എന്താണെന്നുള്ളത് എന്നെക്കാൾ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിന് എങ്ങനെയുള്ള മരുമകൾ വേണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കൂ. പോയിട്ട് വരട്ടെ ചേട്ടാ. എന്നാ അങ്ങനെ ആവട്ടെ. പക്ഷെ അവള് തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യുന്ന ഒട്ടും ശരിയല്ലല്ലോ. പോവാ. എന്തുപറ്റി എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? എന്തെങ്കിലും ബിസിനസ് പ്രോബ്ലം ആണോ മാഡം? ഫാമിലി പ്രോബ്ലം. എന്തുപറ്റി അമ്മേ? വിശ്വനാഥൻ സാറിന്റെ മകൾ ശരണ്യയെ നിനക്ക് വേണ്ടി നമ്മൾ പോയിട്ട് ആലോചിച്ചല്ലേ ദർശൻ? ആ കുട്ടിക്ക് കല്യാണം താല്പര്യമില്ലെന്നാ പറയുന്നത്. അവളെ കൊണ്ട് മാത്രമേ എന്റെ കാലശേഷം നമ്മുടെ ഈ കൂട്ടുകുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായിരിക്കാമേ, പക്ഷേ അവർക്കും കൂടെ അതിനുള്ള ഭാഗ്യം വേണമല്ലോ. എക്സാക്ട്ലി. ആനന്ദ ഭൈരവിയെ പോലുള്ള ഒരു നല്ല വ്യക്തിക്ക് മരുമകളാകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടൊരു തലവര എന്തായാലും വേണം. പാവം, അവൾക്ക് അങ്ങനെ ഒരു തലവരയില്ലെന്ന് തോന്നുന്നു. അമ്മ, നമ്മളെ വേണ്ട എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്തിനാ വെറുതെ ആലോചിക്കുന്നേ? അതെ മാഡം, നിങ്ങളുടെ കഴിവിനും സ്റ്റാറ്റസിനും ശരണ്യേക്കാളും വേറൊരു നല്ല പെൺകുട്ടിയെ മരുമകളായിട്ട് കിട്ടും. മാഡം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഒരുപാട് ചിന്തിക്കും അമ്മേ. നമുക്കിഷ്ടപ്പെട്ട ക്വാളിറ്റിയുള്ള ആളുകളെയൊക്കെ നമ്മൾ എവിടേക്കോ പോയി അന്വേഷിക്കുന്നു. പക്ഷേ ചില സമയങ്ങളിൽ അവർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. നമ്മളാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വിട്ടുകളയും ചെയ്യും. വിട്ടുകളമ്മ, ഇനി ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിക്കണ്ട. ശരണ്യ ഈ കല്യാണത്തിന് നോ എന്ന് പറഞ്ഞത് അവൾക്ക് നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഈ കുടുംബത്തിലേക്ക് വരാൻ അവൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടുമല്ല.
ആക്ച്വലി അവര് നമ്മുടെ ശരണ്യയുടെ ചേച്ചിയുണ്ടല്ലോ, അവളെയാണ് പെണ്ണ് കാണാൻ ചെല്ലുന്നതെന്നാ അന്ന് വിചാരിച്ചത്. പക്ഷേ മേഡം അവിടെ പോയി ഫുൾ ക്ലാരിറ്റി കൊടുത്തതിന് ശേഷവും ശരണ്യ വേണ്ടെന്ന് പറഞ്ഞെന്നല്ലേ മേഡം പറഞ്ഞത്? എന്ന് വെച്ച് അതങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ? ദർശന്റെ ഭാര്യയായിട്ട്, ഈ കൂട്ടുകുടുംബത്തിന്റെ മരുമകളായിട്ട് ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റിയൊരു ബന്ധം വേണമെന്ന് വിചാരിച്ച ഒരുപാട് പേരെ കിട്ടും. എന്നാ ഞങ്ങൾ വേണമെന്ന് വിചാരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റാറ്റസിന് പറ്റിയൊരു മരുമകളെ അല്ല. കൂട്ടുകുടുംബം എന്ന ഞങ്ങളുടെ സങ്കല്പത്തെ ബഹുമാനത്തോടെ കണ്ട് അവസാനം വരെയും ഇത് നിലനിർത്തുന്ന ഒരു മരുമകളെയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാരെയും അമ്മയെ പോലെ പരിചരിക്കുന്ന നല്ല മനസ്സുള്ള ഒരു മരുമകൾ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വീട്ടിൽ എങ്ങനെയുള്ള മരുമകൾ വരണമെന്ന് ഇത്രയും പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഞാൻ ശരണ്യയെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ഞാനിനി കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൾക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലെന്ന് പറഞ്ഞത് എനിക്ക് അവളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനേ സാധിച്ചുള്ളൂ. ചേച്ചിയുടെ വിജയത്തില് സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന പെൺകുട്ടി, അതാണവൾ. ചേച്ചിയുടെ സന്തോഷത്തിനു വേണ്ടി അവളുടെ സ്വന്തം സന്തോഷത്തെ തന്നെ അവൾ മാറ്റിവെച്ചു. അതാണവൾ. നമ്മൾ അനന്യയെ മരുമകളാക്കി കഴിഞ്ഞാൽ തന്റെ ചേച്ചി ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന വിശ്വാസത്തിലാണ് അവൾ ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞത്. തന്റെ കൂടപ്പിറപ്പിന്റെ സന്തോഷത്തിനു വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്യാൻ അവൾ തയ്യാറായെങ്കിൽ നാളെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ അവൾ എത്ര നന്നായാവും നോക്കുക. അവൾക്ക് എന്നെ പോലെ തന്നെ കുടുംബം തന്നെയാണ് പ്രധാനം. അവരുടെ സന്തോഷമാണ് മുഖ്യം. ശരണ്യയുടെ അടുത്തുള്ള ഈ ക്വാളിറ്റിയാണ് അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും എന്നെ വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ ആകർഷിച്ചത്. മാഡം ശരണ്യയുടെ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചിരുന്നു. അവളുടെ മനസ്സിൽ എന്തായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ വീട്ടിൽ പോയി ഞാൻ എല്ലാം സംസാരിച്ചു. എനിക്ക് പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞു. നന്നായി ആലോചിച്ചിട്ട് ഒരു നല്ല തീരുമാനം എടുക്കാനായി അവർക്ക് സമയം കൊടുത്തിട്ട് വന്നതാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ശരണ്യ ഈ വീട്ടിലേക്ക് തീർച്ചയായും മരുമകളായി വരും. അങ്ങനെയല്ല അമ്മേ. താലി കെട്ടാൻ പോകുന്നവൻ നീയാണെങ്കിലും ഈ കാര്യത്തില് തീരുമാനം എടുക്കാനുള്ള അവകാശം നീ എനിക്ക് തന്നതല്ലേ. ഞാനത് ഡീൽ ചെയ്തോളാം. ഇനി നീ ഈ ഒരു കാര്യത്തിന്റെ പേരില് നീ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല മോനെ. അല്ല, നീ എന്താ ഷോപ്പിൽ ജോലിക്ക് പോവാതെ ദർശന്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ അതെന്താ വെച്ചാ ചില ഫയൽസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് അവളോട് വരാൻ പറഞ്ഞതേ.
നിന്റെ ജോലിയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പക്ഷേ ഞാനിവിടെ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ അപ്പൊ തന്നെ അതൊക്കെ എന്റെ വെറും തോന്നലാണെന്ന് തോന്നുകയും ചെയ്യും. അത് തന്നെയാ മോളെ, ഏതൊരു കാര്യത്തിലും അനുഭവം ആവശ്യമാണെന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ മോൾക്ക് തന്നെ എല്ലാം മനസ്സിലാവും. അതിനെക്കുറിച്ച് ഫുൾ ക്ലാരിറ്റിയും കിട്ടും. ഇതാ ഫയലുകൾ. ഞാൻ ഇറങ്ങട്ടെ മാഡം. അത് ചേട്ടാ, ആനന്ദഭൈരവി അന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെ അല്ലേ? അനന്യയുടെ ആഗ്രഹങ്ങൾ വേറെ, അവളുടെ ചിന്താഗതികൾ വേറെ. അനന്യ അവരുടെ വീട്ടിലെ മരുമകളായിട്ട് ഒരിക്കലും സെറ്റാവില്ല. ആ കാര്യം എനിക്ക് നിനക്ക് മാത്രമല്ലേ അറിയുള്ളൂ ഗീതേ. പക്ഷെ അനന്യക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആനന്ദ ഭൈരവിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നീ പിന്തിരിയണം, ശരണ്യക്ക് നമുക്ക് ഈ ബന്ധം ആലോചിക്കാന്ന് പറഞ്ഞാ അവൾ എന്താ വിചാരിക്കുക? പുറത്തുള്ളവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അമ്മയും അച്ഛനുമായി നിങ്ങൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ആലോചിച്ച് അവൾക്ക് വിഷമാവില്ലേ? ചെറുതായാലും വലുതായാലും ശരണ്യ വിഷമിച്ചാൽ പോലും ഞാൻ ഒരുവിധം സഹിച്ചേനെ. പക്ഷെ അനന്യക്ക് ചെറുതായൊന്ന് വേദനിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗീത. ചേട്ടാ, അനന്യക്ക് വിഷമാവാത്ത രീതിയിൽ അവളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നടക്കൂ. അനന്യ, ആനന്ദഭൈരവി ആന്റി പറഞ്ഞത് നീ കേട്ടതല്ലേ? എന്തു പറയുന്നു? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആനന്ദ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്ന് തോന്നുന്നത്. അപ്പോ ഞാൻ അത്രയും മോശമാണോ? അവരുടെ വീട്ടിലെ മരുമകളാകാൻ എനിക്ക് യോഗ്യതയില്ലെന്നോ? എനിക്ക് എന്താ ഇത്ര കുറവ്? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒരു തവണ ഞങ്ങൾ പറയുന്നതൊന്ന് കേക്ക്. ഇനി എന്ത് കേൾക്കാനാ? മോളെ, ഞങ്ങൾ പറയുന്നതൊന്ന് കേക്ക്. പറയ്. നിന്റെ അച്ഛൻ നിനക്ക് കല്യാണാലോചന നോക്കാന്ന് പറഞ്ഞപ്പോ തന്നെ നീ ഒരു വലിയ ലിസ്റ്റ് തന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? നീ പോകുന്ന വീട് എങ്ങനെ ഇരിക്കണമെന്നും അവർക്ക് ഒരുപാട് സമ്പത്ത് വേണമെന്നും നിന്നെ കെട്ടാൻ പോകുന്നവൻ ഇങ്ങനെ വേണമെന്നും ഞങ്ങൾക്കൊരു ചെറിയ കുടുംബം മതിയെന്നും ഒക്കെ. ആ പറഞ്ഞത് വെറും ലിസ്റ്റ് മാത്രമല്ല, എന്റെ തീരുമാന. എനിക്ക് അങ്ങനെ ജീവിച്ചാലേ പറ്റൂ. പക്ഷെ ആനന്ദ ഭൈരവിയുടെ വീട്ടിലെ അങ്ങനെ പറ്റില്ല മോളെ. കാരണം എന്താണെന്ന് വെച്ചാ അവരുടേത് കൂട്ടുകുടുംബമാണ്. അത് നിനക്കും അറിയുന്നല്ലേ. അവിടെ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കഴിയുന്നത്. അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവരങ്ങനെ അവിടെ ഇരുന്നോട്ടെ. ദർശനെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മാറിക്കോളാം. നിന്നെ വേണമെങ്കിൽ പുറത്താക്കുന്നല്ലാതെ ആ കുടുംബത്തെ അങ്ങനെ കളഞ്ഞിട്ട് ആ വീട്ടിലുള്ള ആരും ഒറ്റയ്ക്ക് പുറത്തു പോയി താമസിക്കില്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയില് അവര് തമ്മിലുള്ള ബോണ്ടിങ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. മറ്റൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, അവിടെ ഫംഗ്ഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അവിടെ ഉള്ളവരെല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സാണ് ധരിക്കാറ്. നിന്നെ കൊണ്ടത് പറ്റുമോ മോളെ? അതെന്തിനാ ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ? ആർക്കെന്തിഷ്ടാണോ അത് അവരുടുത്താ പോരെ. എല്ലാവരും ഇങ്ങനെ ചേർന്ന് സ്കൂൾ പിള്ളേരെ പോലെ ആയ എങ്ങനെയാ? പിന്നെ എന്റെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെ നടക്കും? പക്ഷേ ആ വീട്ടിലെ മരുമകളായ അങ്ങനെ ഇരിക്കാനേ പറ്റൂ. ആനന്ദ ഭൈരവി ആ വീട്ടിൽ എന്താണോ പറയുന്നത് അതേ അവിടെ നടക്കൂ. അവര് പറയുന്നത് അവിടെ എല്ലാവരും അനുസരിക്കൂ. നിന്നെ കൊണ്ടും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? കല്യാണം എന്ന് വെച്ചാൽ ജീവിതം പങ്കുവയ്ക്കലാണ്. ഷോപ്പിങ്ങിന് പോയി തുണികൾ എടുക്കുന്ന പോലെയുള്ള കാര്യമൊന്നും അല്ല മോളെ. തുണിയാണെങ്കിൽ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണെങ്കിൽ പോലും പിന്നീട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൂരെ വലിച്ചെറിയാൻ പറ്റും. പക്ഷേ വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കളയാൻ പറ്റുമോ മോളെ?
ഈ പറഞ്ഞതൊക്കെ ഞങ്ങള് നിന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതൊന്നുമല്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുന്നതല്ലേ. നീ എങ്ങനെയുള്ള ജീവിതം ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ആ ചെറുക്കനെ നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ നീ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. നീ ബുദ്ധിമുട്ടുമ്പോ അത് കണ്ട് നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് നിന്നോട് പറഞ്ഞതാ. ഒരു തവണ മോളെ ആലോചിച്ച് നോക്ക്. നിനക്ക് തന്നെ എല്ലാം മനസ്സിലാവും. ഈ കല്യാണം നിനക്ക് കറക്റ്റാണോ, ആ വീട് നിനക്ക് ഓക്കെ ആണോ എന്നൊക്കെ. അമ്മയും അച്ഛനും പറയുന്നതും കറക്റ്റ് തന്നെയാണല്ലോ. അവിടെ അവര് പറഞ്ഞ പോലെ ജീവിക്കേണ്ടി വരുമോ? അതെങ്ങനെ എന്നെ കൊണ്ട് പറ്റും? അപ്പൊ എനിക്കൊരു ഫ്രീഡം വേണ്ടേ? കല്യാണത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്ന എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം. എല്ലാവരുടെ കൂടെയും ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫ് ഇതുപോലെയല്ലല്ലോ. ഈ ചെറിയ കാര്യം പോലും ആലോചിക്കാതെ ആവശ്യമില്ലാതെ ഞാൻ ഇത്ര നേരം ഫീലായി. അതെന്തായാലും നന്നായി. ശരണ്യെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും എന്നെ മരുമകളായിട്ട് അംഗീകരിക്കാന്ന് ആനന്ദഭൈരവി ആന്റി അവിടെ പറഞ്ഞിരുന്നെങ്കിൽ മിണ്ടാതെ അവിടെ ഇരുന്ന് എനിക്ക് ഞാൻ തന്നെ കുഴി തോണ്ടിയ പോലെയാവും. എന്താ ആലോചിക്കുന്നേ? അല്ല, എനിക്ക് ആലോചിക്കാൻ ഒരു മിനിറ്റ് പോലും സമയം തരില്ലേ? എന്താ ഇത്ര ധൃതി? നിങ്ങൾ പൊക്കോ, ഞാൻ വന്ന് പറഞ്ഞോളാം. ഇപ്പൊ ശരണ്യ ദർശന കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ആനന്ദ ആന്റി എന്നെ മരുമകളായി സ്വീകരിക്കുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞിട്ട് പോയി. ഇതിൽ കൂടുതൽ ഞാൻ പിടിവാശി പിടിച്ചാ നിങ്ങളുടെ അനന്യം വേണ്ട, ശരണ്യം വേണ്ട എന്ന് പറഞ്ഞ് അവരവരുടെ പാട് നോക്കി പോവും. അതുകൊണ്ട് അവർക്കൊരു നഷ്ടം വരാൻ പോകുന്നില്ല. എന്നാ അതിനുശേഷം നമ്മുടെ അവസ്ഥ എന്താ? അപ്പോ എന്റെ അച്ഛന്റെ അന്തസ്സിന് കഴിയുന്നത് പോലെ ഇതുപോലെ വലിയ വീട്ടിലെ ആലോചന ഒന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് കോർട്ടില് ഫയൽ കൊണ്ടുകൊടുക്കാൻ പോകുന്ന ആള് എനിക്കും കോർട്ടിന്റെ പുറത്ത് ചായയും വടയൊക്കെ വിൽക്കുന്ന ആള് ശരണ്യക്കുമായിട്ട് അവര് കല്യാണം കഴിച്ചു കൊടുക്കും. അയ്യോ, ഇപ്പൊ തന്നെ ഇവിടെ ദാരിദ്ര്യത്തിലാ ജീവിച്ചോണ്ടിരിക്കുന്നെ. അതിനുശേഷോ പിച്ചച്ചട്ടി എടുത്ത് റോഡിലേക്കായിരിക്കും ഇറങ്ങുന്നത്. എന്തായാലും ആനന്ദഭൈരവി ആന്റി എന്നെ ഒരു വലിയ പണക്കാരന്റെ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കാന്നും ആ ബാധ്യത അവര് നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞതല്ലേ. അവരാഗ്രഹിച്ച പോലെ ശരണ്യെ തന്നെ അവരുടെ വീട്ടിൽ മരുമകളാക്കിയാലോ? അവരുടെ അന്തസ്സിന് കഴിയുന്നത് പോലെ എനിക്കും നല്ലൊരു ആലോചനയല്ലേ അവർ കൊണ്ടുവരൂ. അപ്പോ എന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. അവരെന്തായാലും പറഞ്ഞതല്ലേ, ഇനി അത് ചെയ്യാൻ പറ്റില്ലെന്ന് അവരെങ്ങനെ പറയും? യെസ്, ഇത് തന്നെയാ കറക്റ്റ് ഐഡിയ. അമ്മേ, അച്ഛാ, നീ എന്താ തീരുമാനിച്ചത്? ശരണ്യനെ ഇങ്ങോട്ട് വിളിച്ചേ. ശരണ്യ, മോളെ, ശരണ്യേ, ശരണ്യ. എന്താ അമ്മേ, നിനക്ക് വല്ല വിവരമുണ്ടോ? മോളെ, നിനക്കെന്താ പറ്റിയേ? ആനന്ദഭൈരവി ആന്റിയുടെ കുടുംബത്തിൽ നിന്നൊരു ആലോചന വന്നിട്ട് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ കല്യാണത്തിനൊട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞതല്ലേ നീ? അത് ഇവളുടെ വിവരക്കേടല്ലേ അച്ഛാ? ഞാനെന്തോ ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിനക്കെങ്കിലും ഒന്ന് ആലോചിക്കാറുന്നില്ലേ? ഇനി നീ ആഗ്രഹിച്ചു കഴിഞ്ഞാ ഇതുപോലൊരു ആലോചന നിനക്ക് വരുമോ? നമ്മുടെ അച്ഛനിനി തല കുത്തി നിന്ന് തപസ് ചെയ്താലും ഇതുപോലൊരു ബന്ധം കൊണ്ടുവരാൻ പറ്റില്ല. നീ എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഞാൻ വളരെ സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അത് റിയലൈസ് ചെയ്യുകയും ചെയ്തു. ആനന്ദഭൈരവി ആന്റിയുടെ വീട്ടിലേക്ക് നീ തന്നെ മരുമകളായി പോകുന്നതായിരിക്കും കറക്റ്റ്.